പാവം പരമശിവനാണെങ്കിൽ തൊഴിലൊന്നുമില്ല, അദ്ദേഹം പാവം തെണ്ടി നടന്നാണ് വല്ലതും കൊണ്ട് കൊടുക്കുന്നത്. ഈ കാലത്താണെങ്കിൽ ആൾക്കാർക്കൊന്നും ഭിക്ഷയൊന്നും കൊടുക്കത്തുമില്ല. അപ്പോൾ ഈ പാവം പരമശിവൻ എങ്ങനെയാണ് കുട്ടികൾക്ക് വയറ് നിറച്ച് ആഹാരം കൊടുക്കാൻ പറ്റുന്നത്? ഗണപതിയാണെങ്കിൽ എത്ര തിന്നാലും തൃപ്തി വരാത്തൊരു കുട്ടിയാണ്. അപ്പോൾ ആ ഗണപതിക്ക് ഒരു ദിവസം വയറ് നിറച്ച് ആഹാരം കൊടുത്തു കളയാം എന്ന് വിചാരിച്ചിട്ട്, കുബേരൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാണ്, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പണക്കാരനാണ്. അപ്പം കുബേരൻ വിചാരിച്ച് ഗണപതിക്കൊരു സദ്യ കൊടുത്തു കളയാം, വയറ് നിറച്ച്, ഒരിക്കലെങ്കിലും ഗണപതി ജീവിതത്തിൽ വയറ് നിറച്ച് ആഹാരം കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഗണപതിയെ ആഹാരം കഴിക്കാൻ വിളിച്ചു. വലിയ സദ്യ ഉണ്ടാക്കി, എത്ര കഴിച്ചാലും തീരാത്ത പോലെ സദ്യ ഉണ്ടാക്കി. അപ്പം ഗണപതി തന്നു, ഈ ആഹാരം മുഴുവൻ കഴിച്ചു. ആഹാരം മുഴുവൻ കഴിച്ചു എന്ന് മാത്രമല്ല, അത് വെച്ച പാത്രങ്ങളും കഴിച്ചു. എന്നിട്ടും വിശപ്പ് തീർന്നില്ല, പന്തലും കഴിച്ചു. പന്തലും കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആൾക്കാരെയും അവസാനം കുബേരനെ തന്നെ പിടിച്ച് തിന്നാനുള്ള ഓട്ടമായി. കുബേരൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടി അവസാനം പരമശിവൻ്റെ അടുത്ത് ഇന്ന് അഭയം തേടി. രക്ഷയില്ല, അങ്ങയുടെ പുത്രൻ്റെ വിശപ്പിൽ നിന്ന് എന്നെ രക്ഷിക്കണം, പുത്രൻ ആഹാരമായി തീരും ഞാൻ എന്നുള്ള പേടിച്ചിട്ട് അവിടെ ചെന്നു. പരമശിവൻ എന്ത് ചെയ്തു, ഒരു പിടി മലരെടുത്ത് ഗണപതിയിലേക്ക് കൊടുത്തു. അപ്പോൾ ഈ വിശന്നിട്ട് പൊരിഞ്ഞിട്ട് ഓടി വരുന്ന ഗണപതി ആ ഒരു പിടി അവൽ കഴിച്ചപ്പോഴത്തേക്കും വയറ് നിറഞ്ഞു, തൃപ്തനായി. അപ്പോൾ ഈ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒടുങ്ങാത്ത വിശപ്പ് അതിനെ സൂചിപ്പിക്കാൻ വലിയ വയറുകൊണ്ട് സൂചിപ്പിക്കും. ഇത്രയും വലിയ വയറാണ്, എന്തുകൊണ്ടിട്ടാലും അവിടെ ഒന്നും ആവില്ല. അപ്പോൾ അത് ശിഷ്യൻ്റെ ഈ നേരത്തെ പറഞ്ഞ ജിജ്ഞാസ, ദാഹം, ആ ആത്മതത്വം അറിയുന്നത് വരെ എന്തെല്ലാം അറിവുകൾ കിട്ടിയാലും അതുകൊണ്ടൊന്നും ശിഷ്യൻ തൃപ്തനാകുന്നില്ല. തനിക്ക് ആത്മതത്വം അറിയണം, അത് കിട്ടിയാൽ മാത്രമേ തൃപ്തിയാവുള്ളൂ. ആത്മജ്ഞാനം കൊടുക്കുന്നതിൻ്റെ സൂചനയാണ് ഈ ഒരു പിടി മലർ കൊടുക്കുക.